കൂട്ടുകാരെ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരനായിരുന്ന ജൂലൈ വൈജാന്തി ഒട്ടനവധി നല്ല കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്ത അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളിലെ കഥാപാത്രങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തുന്നു. മതിലുകൾ എന്ന കൃതിയിലെ നാരായണി ബഷീർ. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ വർഷം കൊടുക്കട്ടെ. എല്ലാവർക്കും കൊടുക്കും. നാരായണയുടെ എന്റെ പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കൂ. എന്താ നാരായണ സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാനും സുന്ദരൊന്നുമല്ല. എനിക്കൊന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും. സാധിച്ചു തരും. എനക്ക് സ്വർണ്ണമാല, പട്ടുസാരി, അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം കളിച്ചെടുത്ത് മോതിരം ഉണ്ടാക്കി തന്നെ എന്റെ മുത്തിനെ. എന്റെ പൊന്നെ, അതൊന്നും വേണ്ട. എനിക്ക് പൂവമ്പഴം തിന്നാനൊരു കൊതി. പൂവമ്പഴോ? എനക്കൊന്നല്ല, ഒരു കൊല പൂവമ്പഴം വാങ്ങിത്തരും ഞാൻ. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ വർഷം കൊടുക്കട്ടെ. എല്ലാവർക്കും കൊടുക്കും. നാരായണയുടെ എന്റെ പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കൂ. എന്താ നാരായണ സംശയം? ഇവിടെ ഞാൻ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ. എന്നെ പതുക്കെ ഒന്ന് സ്നേഹിച്ചൂടെ? വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. അത്രയും മജീദേ. അത് പറ. ഒന്നൊന്ന് എത്രയാ? ഇമ്മിന് വലിയൊന്നാ. രണ്ട് പുഴകൾ ചേർന്ന ഒരു വലിയ പുഴയാകുന്ന പോലെ, രണ്ട് ചെറിയ കുന്നുകൾ ചേർന്ന ഒരു വലിയ കുന്നാവുന്ന പോലെ, ഒന്നും കൂടി ചേരുമ്പോൾ ഇമ്മിന് വലിയൊന്ന്. എന്റെ ആടിന് കഞ്ഞാളം കൊടുക്കാഞ്ഞിട്ടാ. ഇവിടെ സകലമാന പേപ്പറും ബുക്കും എല്ലാതും നിൽക്കണം എന്റെ ആട്. ഇപ്പൊ എന്റെ ആടിന് കഞ്ഞാളം കൊടുക്കാഞ്ഞിട്ടാ. പറഞ്ഞോളെ എന്റെ ആടൊന്ന് പെറ്റോട്ടെ. അപ്പൊ കമ്മലിപ്പോ വെള്ളിന്റെ ആണോ പൊള്ളിന്റെ ആണോ? കുഞ്ഞു മതി. ഭവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ.